നരേന്ദ്രമോദിയെയും ഇരയാക്കി ചങ്കൂർ ബാബയുടെ മതപരിവർത്തനം. ചങ്കൂർ ബാബ മോദിയും ഇരയാക്കി. ഹിന്ദു പെൺകുട്ടികളെ മതം മാറ്റാൻ അയാൾ ഉപയോഗിച്ചത് മോദിയുടെ ചിത്രമുള്ള ലെറ്റർ പാഡ്. ഭാരത് പ്രതികർത്ത് സേവാ സംഘ് എന്ന ഈ സംഘടനയുടെ ഓഫീസ് പോലും നാഗ്പൂരിലായിരുന്നു സ്ഥാപിച്ചിരുന്നത്. സംഘടനയുടെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം ഉപയോഗിച്ചിരുന്നു. അന്വേഷണ സംഘം കണ്ടെത്തിയ വിവരങ്ങൾ അനുസരിച്ച് RSSുമായി ബന്ധമുണ്ട് എന്ന് കാണിക്കാനാണ് ഇവർ വ്യാജ സംഘടന ഉണ്ടാക്കിയത്. ഇയാൾ മതപരിവർത്തനത്തിന് ഫണ്ട് ഉണ്ടാക്കിയിരുന്നതും ഒരു പ്രത്യേക രീതിയിലാണ്. ആദ്യം മതപരിവർത്തനം നടത്തുന്ന വ്യക്തിയെ കൊണ്ട് കലിമ ചൊല്ലിക്കും, പിന്നീട് ഗോമാംസം തീറ്റിക്കും. അതിനുശേഷം ആ ദൃശ്യങ്ങൾ പകർത്തി ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് അയച്ച് ഫണ്ട് വാങ്ങും. ഇതിനെല്ലാം ചങ്കൂറിനെ സഹായിച്ചിരുന്നത് റഷീദ് എന്ന മറ്റൊരു വ്യക്തിയായിരുന്നു. ചങ്കൂർ ബാബ എന്ന ജമാലുദ്ദീന്റെ അടുത്ത കൂട്ടാളിയും മതപരിവർത്തന കേസിൽ അറസ്റ്റിലായ പ്രതിയുമായ ഈദുൽ ഇസ്ലാമാണ് ഭാരത് പ്രതികർത്ത് സേവാ സംഘ് എന്ന വ്യാജ സംഘടന നടത്തി വന്നിരുന്നത്. നിലവിൽ ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ കസ്റ്റഡിയിലാണ് ഇയാൾ. ATS അന്വേഷണത്തിന് പുറമെ ലക്നൌവിലെ EDയുടെ സോണൽ ഓഫീസ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം, അതായത് PMLA നിയമപ്രകാരം ചങ്കൂർ ബാബയ്ക്കെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റവും കണ്ടെത്തിയിരുന്നു. ഹിന്ദു സ്ത്രീകളും ലിബറൽ മതവിശ്വാസമുള്ള കുടുംബങ്ങളും ആയിരുന്നു ജമാലുദ്ദീന്റെയും കൂട്ടാളികളുടെയും പ്രധാന ലക്ഷ്യം. RSSുമായി ബന്ധമുണ്ട് എന്ന തെറ്റായ ധാരണ സൃഷ്ടിക്കുന്നതിനായി സംഘടനയുടെ പേര് തന്ത്രപരമായി തിരഞ്ഞെടുത്തതായും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളുമായി നടത്തേണ്ടി വരുന്ന കൂടിക്കാഴ്ചകളിൽ ഇയാൾ ഈ വ്യാജ സംഘടനയുടെ പേര് ഉപയോഗിച്ചായിരുന്നു വിശ്വാസ്യത നേടിയിരുന്നത് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. ചങ്കൂർ ബാബ അതേസമയം ഒരു ലവ് ജിഹാദ് ബ്രിഗേഡ് നടത്തിയിരുന്നതായും നേരത്തെ കണ്ടെത്തിയിരുന്നു. റാഷിദ് എന്ന വ്യക്തിയാണ് ചങ്കൂർ ലവ് ജിഹാദ് ബ്രിഗേഡിന്റെ കമാൻഡർ ആക്കിയിരുന്നത്. റാഷിദ് ചങ്കൂറിന്റെ സഹായിയായിരുന്നു. മതപരിവർത്തനത്തിനായി റാഷിദ് പ്രവർത്തിച്ചിരുന്നു. റാഷിദ് നേരത്തെയും നിയമവിരുദ്ധ മതപരിവർത്തന കുറ്റത്തിന് അറസ്റ്റിലായിട്ടുണ്ട്. 3 വർഷം മുൻപ് അസംഗഡിൽ വെച്ച് അനധികൃത മതപരിവർത്തനത്തിന് അറസ്റ്റിലായിരുന്നു. സാമ്പത്തികമായി ദുർബലരായ ആളുകളെ മതപരിവർത്തന ശൃംഖലയിലേക്ക് റാഷിദ് ബന്ധിപ്പിക്കുന്നുണ്ടായിരുന്നു. ലവ് ജിഹാദ് വഴി ഹിന്ദു പെൺകുട്ടികളെ കൊടുക്കാൻ ചങ്കൂറിന്റെ നിർദ്ദേശപ്രകാരം റാഷിദ് ലവ് ജിഹാദ് ബ്രിഗേഡും നടത്തിയിരുന്നു. ഓരോ വ്യക്തിയും മതപരിവർത്തനം ചെയ്യുന്നതിന് 50,000 മുതൽ 1 ലക്ഷം രൂപ വരെ റാഷിദിന് ലഭിച്ചിരുന്നു. ലവ് ജിഹാദ് ബ്രിഗേഡ് വഴി പെൺകുട്ടികളെ മതപരിവർത്തനം ചെയ്യുന്നതിന് 3 മുതൽ 5 ലക്ഷം രൂപ വരെയാണ് റാഷിദിന് ലഭിച്ചത്. ഉത്തർപ്രദേശിലെ ബൽറാംപൂരിലും പരിസര ജില്ലകളിലും മതപരിവർത്തന ശൃംഖല ശക്തിപ്പെടുത്തുകയായിരുന്നു റാഷിദ്. റാഷിദിനെ ചോദ്യം ചെയ്യുമ്പോൾ വിദേശ ഫണ്ടിങ്ങിനെ കുറിച്ചും ഇടപാടുകളെ കുറിച്ചും സുപ്രധാന വിവരങ്ങൾ ലഭിച്ചേക്കും. മതപരിവർത്തനത്തെ ഒരു യുദ്ധം എന്നായിരുന്നു റാഷിദ് വിളിച്ചത്. മുസ്ലിം യുവാക്കളെ ലവ് ജിഹാദ് ചെയ്യാൻ പ്രേരിപ്പിച്ചിരുന്നു. ഗസ്വ ഹിന്ദുവിനെ കുറിച്ച് ചങ്കൂർ റാഷിദിനോട് സംസാരിക്കാറുണ്ടായിരുന്നു. ഗസ്വ എന്നാൽ ഇസ്ലാം പ്രചരിപ്പിക്കാനുള്ള യുദ്ധം എന്നാണ്. ഈ യുദ്ധത്തിൽ ഉൾപ്പെട്ട ഇസ്ലാമിക പോരാളികളെ ഗാസി എന്നാണ് വിളിച്ചിരുന്നത്. അതിനാൽ ചങ്കൂർ റാഷിദിനെ ഗാസി എന്നും വിളിച്ചിരുന്നു. ഗസ്വ ഹിന്ദു വഴി യുദ്ധത്തിലൂടെ ഇന്ത്യയിൽ ഇസ്ലാം സ്ഥാപിക്കാനായിരുന്നു ചങ്കൂറിന്റെ പദ്ധതി. അവിശ്വാസികളെ പരാജയപ്പെടുത്തി ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ പറഞ്ഞുകൊണ്ട് റാഷിദ് മുസ്ലിം യുവാക്കളെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു. ചങ്കൂറിന്റെ നിർദ്ദേശപ്രകാരം നേപ്പാൾ അതിർത്തിയോട് ചേർന്നുള്ള 46 ഗ്രാമങ്ങളിലെ യുവാക്കളെയാണ് മതപരിവർത്തന വലയിൽ റാഷിദ് കുടുക്കിയത്. റാലികളിലൂടെ യുവാക്കളെ അളക്കുകയും ജിഹാദിനോട് താല്പര്യമുള്ളവർക്ക് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്യുമായിരുന്നു ഇയാൾ. ഈ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിന് ഏകദേശം 10 കോടി രൂപയുടെ വിദേശ ധനസഹായം നേടാനുള്ള പദ്ധതിയും ഉണ്ടായിരുന്നതായിട്ടാണ് സ്രോതസ്സുകൾ പറയുന്നത്. ബൽറാംപൂരിൽ നിന്നുള്ള ആത്മീയ നേതാവായ ചങ്കൂർ ബാബയെ വലിയ തോതിലുള്ള മതപരിവർത്തന റാക്കറ്റ് സംഘടിപ്പിച്ചു എന്ന് ആരോപിച്ച് ഈ മാസം ആദ്യമാണ് അറസ്റ്റ് ചെയ്തത്. തദ്ദേശ സ്വയംഭരണ ഉദ്യോഗസ്ഥരുമായി ഒത്തുചേർന്ന് വില്ലേജ് കമ്മ്യൂണിറ്റിയുടെ ഭൂമി ഈദുൽ ഇസ്ലാം നിയമവിരുദ്ധമായി വാങ്ങിയിട്ടുണ്ടെന്നും കണ്ടെത്തിയിരുന്നു. ഒരു തീവ്രവാദ പരിശീലന കേന്ദ്രം വിദേശത്ത് സ്ഥാപിക്കാൻ അദ്ദേഹം പദ്ധതിയിടുന്നതായി ഉത്തർപ്രദേശ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ചങ്കൂർ ബാബയ്ക്കെതിരായ കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നു. വിദേശ സ്രോതസ്സുകളിൽ നിന്ന് 500 കോടിയിലധികം രൂപ ചങ്കൂർ ബാബ സ്വീകരിച്ചതായാണ് പോലീസ് പറയുന്നത്. ഗൾഫ് രാജ്യങ്ങളും ഒരുപക്ഷെ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ നിന്നാവാം ഈ ധനസമാഹരണം നടന്നത് എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. UPയിലും മഹാരാഷ്ട്രയിലും ചങ്കൂർ ബാബ 100 കോടിയിലധികം രൂപയുടെ സ്വത്തുക്കൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗവും കൈയേറിയ സർക്കാർ ഭൂമിയിലാണ്. ചങ്കൂർ ബാബയും സഹായികളുമായി ബന്ധപ്പെട്ട് 22 ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ അതിൽ നിന്നും 60 കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചതിന്റെ തെളിവുകളും ED കണ്ടെത്തിയിരുന്നു. സംശയാസ്പദമായ ഒരു ഇടപാടിലൂടെ ചങ്കൂർ ബാബ മുംബൈയിൽ റൺവാൾ ഗ്രീൻസ് എന്ന പേരിൽ ഒരു സമുച്ചയം വാങ്ങിയതായും അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട്. പനാമ ആസ്ഥാനമായുള്ള ലോഗോസ് മറൈൻ എന്ന കമ്പനിയുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം വെളിപ്പെടുത്തുന്ന രേഖകളും EDക്ക് ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമാനസ്.